അൻവർ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPC അധ്യക്ഷൻ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, കൂടിക്കാഴ്ചകളിൽ ഒന്നും തീരുന്ന വൈരുദ്ധ്യങ്ങളല്ല ഉള്ളത്. എന്നിരുന്നാലും കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ? തീർച്ചയായും അജിംഷാദ്, PV അൻവർ നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി അതിൻ്റെ കൺവീനറായി തിരഞ്ഞെടുത്തപ്പോൾ തന്നെ UDF-ന് ഒപ്പം തന്നെ KPCC-ക്കും കത്ത് നൽകിയിരുന്നു. അത് UDF-ൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തെ ഉൾപ്പെടുത്തണം, മുന്നണിയിൽ ഉൾപ്പെടുത്തണം എന്നതാണ് PV അൻവറിൻ്റെ കത്ത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ PV അൻവർ ഈ കാര്യത്തിലുള്ള നിലപാട് കർക്കശമാക്കുകയും സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ PV അൻവറുമായി പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ്, ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഒപ്പം KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഇവർ 3 പേരുമാണ് PV അൻവറുമായി ചർച്ച നടത്തുന്നത്. PV അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കളും ഒപ്പം പങ്കെടുക്കുന്നുണ്ട്. PV അൻവറുമായി ഇത് സംബന്ധിച്ച് ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവേശനത്തിൻ്റെ കത്ത്, ഒപ്പം തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും, വിശദമായി ചർച്ച ചെയ്യും. കോൺഗ്രസ് എന്ത് ഉപാധിയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് UDF ആണ് എന്നാണ് PV അൻവർ പറഞ്ഞത്. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ് ദേശീയമായി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതല്ല. ഒപ്പം അങ്ങനൊരു സംഘടനയെ കേരളത്തിലെ UDF-നൊപ്പം ചേർക്കാൻ കേരളത്തിലെ UDF-നും കോൺഗ്രസിനും കഴിയുമോ എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു കാര്യങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ UDF-ൻ്റെ പരിമിതികളായിരിക്കും അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുക. തൽക്കാലം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ ക്ഷണിതാവായോ മറ്റ് UDF-ന് പുറത്തു നിന്ന് സഹകരിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു സഹകരണത്തിൻ്റെ ഉപാധി സംബന്ധിച്ച് കോൺഗ്രസ് അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ PV അൻവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറെ നിർണായകം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് അതിൻ്റേതായ പ്രസക്തിയുമുണ്ട്. അജിംഷാദ്. തീർച്ചയായും നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.